ശ്രീധു PH നോമിനേഷനിലുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് ശ്രീധുവിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 വോട്ട് എന്താണ് ശ്രീധുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രീധുവിനാകെ വിഷമമാണ്. എല്ലാവരും ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞു എന്നും അതുപോലെ തന്നെ ആരൊക്കെ പറയുന്നതെന്നൊക്കെ എനിക്ക് അറിയാമെന്നും ഒക്കെയുള്ള രീതിയിൽ ശ്രീധു അപ്പോൾ അർജുനോട് സംസാരിക്കുന്നുണ്ട്. അതിങ്ങനെ മനസ്സിൽ കിടക്കുവാണെന്നൊക്കെ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശ്രീധുവിനോട്, പറയുന്ന ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ലക്കം കൊണ്ട് മാത്രം നിൽക്കണമെന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് ശ്രീധു പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ശ്രീധു പറയുന്നത്. ലക്കം കൊണ്ട് മാത്രം നിൽക്കുവാണെങ്കിൽ എന്താണ്, അങ്ങനെ ആയിക്കോട്ടെ, പറയണവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, നീ അതൊന്നും എടുക്കണ്ടെന്നപ്പോൾ അർജുൻ പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താ കുഴപ്പം, നീ എന്തായാലും നോമിനേഷനിൽ വരുമ്പോൾ ബാക്കി വീക്ക് പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെയല്ലേ നീ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ നീ എങ്ങനെ നിൽക്കുക, അങ്ങനെയൊക്കെ എൻ്റെ ശ്രീധുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് അറിയാം ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അർജുൻ പറയും അറിയാലോ, അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല, അത് വെച്ചപ്പോൾ നിനക്ക് നിൽക്കാലോ എന്നൊക്കെയാണ് അർജുനായിട്ട് ശ്രീധുവിനോട് പറയുന്നത്. അപ്പം അതെല്ലാം ഓർത്ത് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാം പറഞ്ഞങ്ങനെ അർജുൻ ശ്രീധുവിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ശ്രീധുവിന് പിന്നെ അപ്പം സെക്യൂരിറ്റി ഒക്കെ ആയിട്ടായിരുന്നു കിട്ടിയത്. അപ്പോൾ റോബോട്ടായിരുന്നു കുറച്ചുകൂടി ചെയ്യായിരുന്നു എന്നൊക്കെ ശ്രീധുവിന് ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ശ്രീധുവിന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇന്ന്. ശ്രീധു പിന്നെ ഇന്ന് ശരണ്യോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കത്തണ വിഷയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളതിലൊന്നും പറയാത്തതെന്നൊക്കെ, അല്ലാണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടെന്നൊക്കെ ശ്രീധു ഇന്ന് ശരണ്യോടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നോമിനേഷനിൽ വന്നേ പിന്നെ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ശ്രീധുവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്.